നമസ്കാരം. 2025 നവംബർ 4-ന് ഒഫീഷ്യലി ലോഞ്ച് ചെയ്യാനിരിക്കുന്ന ഹ്യുണ്ടായുടെ വെന്യൂ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ടീസർ കമ്പനി ഒഫീഷ്യലി തന്നെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 നവംബർ 4-ന് ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഹ്യുണ്ടായി വെന്യൂ ഫേസ് ലിഫ്റ്റിനെ കുറിച്ചിട്ടാണ്. തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് പറയാൻ ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. ഒരുപാട് കാലമായിട്ട് ഫേസ് ലിഫ്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു അപ്ഡേഷന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരു വാഹനമാണ്. സബ് ഫോർമേറ്റഡ് കാറ്റഗറിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഹനമാണ് ഹ്യുണ്ടായി വെന്യൂ. ഇപ്പം മികച്ച ഒരു അപ്ഡേഷനാണ് വന്നിട്ടുള്ളത്. എക്സ്റ്റീരിയർ ആണെന്നുണ്ടെങ്കിലും ഇൻറ്റീരിയർ ആണെന്നുണ്ടെങ്കിലും ഇതിനൊരു നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറയാത്തതിൻ്റെ കാരണം എൻജിൻ ഓപ്ഷൻസിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമില്ല. ട്രാൻസ്മിഷനെക്കുറിച്ച് ചെറിയൊരു വാർത്തയുണ്ട്, നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. കാരണം ഈ വീഡിയോയിൽ തന്നെ അത് പറയുന്നതായിരിക്കും. അതുമാത്രമല്ല ചേസിസിലാണെന്നുണ്ടെങ്കിലും ഒരു വ്യത്യാസവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാഹനത്തെ നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറയാത്തത്. എന്നാൽ പോലും 80% ഈ ഒരു വാഹനത്തിന് ചേഞ്ച് വന്നിട്ടുണ്ട് എന്നുള്ളത് പരമാർത്ഥമാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എൻജിൻ ബേയുടെ മറ്റൊരു വ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ലോഗും നമ്മുടെ ചെറിയ ചെറിയ കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എക്സ്റ്റീരിയർ നോക്കാം. ഡിസൈൻ ലാംഗ്വേജ് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് കണക്റ്റഡ് ആയിട്ടുള്ള ഡേ ടൈം റണ്ണിങ് ലൈറ്റ് വന്നിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഫ്രണ്ട് ഗ്രില്ല് കംപ്ലീറ്റ് ആയിട്ട് മാറി എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ഗ്രില്ലോടുകൂടി ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് ഫേഷ്യ വളരെ അഗ്രസീവായിട്ട് മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് ബമ്പർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെവി ക്ലാഡിങ്സ് കൊടുത്തിട്ടുണ്ട്. അത് അലുമിനിയം ഫിനിഷിലാണ് വരുന്നത്. എൻലൈനിലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് വന്നിട്ടുണ്ട്. ബാക്കിലാണെന്നുണ്ടെങ്കിൽ 4 പാർക്കിംഗ് സെൻസേഴ്സ് വന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ടോപ്പ് എൻഡ് വേരിയൻറ്റിലൊക്കെ ഈ ഒരു 6 പാർക്കിംഗ് സെൻസർ തീർച്ചയായിട്ടും ഒരു ഇമ്പ്രസീവ് ആയിട്ടുള്ളൊരു മാറ്റം എന്ന് നമുക്ക് പറയാം. സിറോസിലൊക്കെ നമ്മൾ കണ്ടതാണ് ഈ ഒരു 6 പാർക്കിംഗ് സെൻസേഴ്സ്, ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ്. വളരെ വൈഡ് ആയിട്ടുള്ള ഗ്രില്ലുകളാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഗ്രില്ലിലെ നെറ്റിൻ്റെ ആ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് വളരെ പ്രിസൈസ് ആയിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനം നമ്മളൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റോഡുകളിൽ കാണുമ്പോൾ വളരെ വലിയൊരു വാഹനത്തിൻ്റെ പ്രതീതി തീർച്ചയായിട്ടും ഉണ്ടാക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു ഡി ആർ എൽസ് എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ കണക്റ്റഡ് ഡി ആർ എൽസ് വരുന്നുണ്ട്. പക്ഷേ ഹെഡ്ലൈറ്റ് ക്ലസ്റ്ററിലുള്ള എൽ ഷേപ്ഡ് ആയിട്ടുള്ള ഡി ആർ എൽസും അതിന് മുകളിൽ വരുന്ന ഡി ആർ എൽസിൻ്റെ ആ ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പാറ്റേണും തമ്മിൽ ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഹെഡ്ലൈറ്റിലുള്ള ആ എൽ ഷേപ്ഡ് ആയിട്ടുള്ള ഡേ ടൈം റണ്ണിങ് ലൈറ്റും അതിന് മുകളിലേക്ക് കയറി നിൽക്കുന്ന കണക്റ്റഡ് ആയിട്ടുള്ള ഡേ ടൈം റണ്ണിങ് ലൈറ്റും തമ്മിൽ മൊത്തത്തിൽ ഏകദേശം ഒരു സി ഷേപ്ഡ് സ്ട്രക്ചർ പോലെ നമുക്ക് ദൂരെ നിന്ന് ഈ ഒരു വാഹനം ഓടി വരുമ്പോൾ തോന്നും എന്നുള്ളതാണ്. ഫ്രണ്ടിലെ പാർക്കിംഗ് സെൻസർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സിൽവർ അല്ലെങ്കിൽ അലുമിനിയം ഫിനിഷ്ഡ് ആയിട്ടുള്ള ഹെവി ക്ലാഡിങ്സിനകത്താണ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് തന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെർട്ടിക്കലായിട്ടുള്ള ബോക്സി ഷേപ്ഡ് ആയിട്ടുള്ള ബ്ലാക്ക് എലമെൻറ്റ്സ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഡിസൈൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഒരു കാര്യം കൂടി എടുത്ത് പറയട്ടെ, ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ കാണുമ്പോൾ ഇത് ഇലക്ട്രിക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു വാഹനമാണെന്ന് തീർച്ചയായിട്ടും നമുക്ക് തോന്നും. ഇപ്പോൾ അവർ പുറത്തുവിട്ട ടീസറിൽ കാണുന്നത് എൻലൈൻ എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ എൻലൈൻ എന്ന് പറയുന്ന വേരിയൻറ്റും തീർച്ചയായിട്ടും അതൊരു ടർബോ വേരിയൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന 1.2 കാപ്പ എഞ്ചിനുള്ള മോഡലും അത് മാത്രമല്ല 1.5 ഡീസൽ എഞ്ചിൻ ആ ഒരു മോഡലൊക്കെ യഥാർത്ഥത്തിൽ ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഒരു വേരിയൻ്റ് എന്ന് പറയുന്നത് എൻലൈൻ ആണ്. റൂഫ് റെയിൽസ് ഉണ്ട് ഈ ഒരു വാഹനത്തിന്. അത് ഫങ്ഷണൽ ആണോ എന്നുള്ളത് ഇപ്പോൾ നമുക്ക് കൺഫേം ചെയ്യാൻ കഴിയില്ല. സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയമണ്ട് കട്ട് 16 ഇഞ്ചിൻ്റെ വീൽസ് ആണ് വന്നിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിൻ്റെ സൈഡിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ക്വയർ ഷേപ്ഡ് ആയിട്ടുള്ള വീൽ ആർച്ചുകളുണ്ട്. അതിനകത്തും ഹെവി ക്ലാഡിങ്സ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എ പില്ലർ ആണെന്നുണ്ടെങ്കിലും ബി പില്ലർ ആണെന്നുണ്ടെങ്കിലും ആയിട്ടുള്ള ചേഞ്ചുകളൊന്നും അവിടെ വന്നിട്ടില്ല. പക്ഷേ ഗ്ലാസ് ഏരിയ എന്ന് പറയുന്നത് കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ ഈ ഒരു വാഹനത്തിൽ ഇരിക്കുമ്പോഴത്തേക്കും നല്ല എയറി ഫീൽ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് ഗ്ലാസ് ഏരിയ കുറച്ചും കൂടെ വൈഡായി എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, സി പില്ലറിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വെന്യൂവിൻ്റെ ബാഡ്ജിങ് നമുക്ക് കാണാൻ കഴിയും. ബാക്കിലേക്കൊക്കെ നോക്കുമ്പോഴത്തേക്കും ബാക്ക് ബമ്പറിലൊക്കെ ഹെവി ക്ലാഡിങ്സ് ഉണ്ട്. അതുമാത്രമല്ല കണക്റ്റഡ് ആയിട്ടുള്ള LED ടെയിൽ ലൈറ്റ്സും വരുന്നുണ്ട്. ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം, ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇൻറ്റീരിയർ കംപ്ലീറ്റ് ആയിട്ട് മാറി. ഒരു കാര്യം എടുത്തു പറയട്ടെ, ചേസിസിൽ യാതൊരുവിധ വ്യത്യാസവുമില്ല. K2 പ്ലാറ്റ്ഫോം തന്നെയാണ്. അതുമാത്രമല്ല ഗിയർ ബോക്സ് എന്ന് പറയുന്നത് നിലവിലുള്ള ഗിയർ ബോക്സ് തന്നെയാണ്. പക്ഷേ അതിനകത്ത് ആഡ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അത് ആ ഒരു സെഗ്മെൻറ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പറയുന്നതാണ്. ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻറ്റീരിയർ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീല് അപ്പ് മാർക്കറ്റാണ്. അതായത് ഈ ഒരു സ്റ്റിയറിംഗ് വീല് കാണുമ്പോൾ തന്നെ ഈ ഒരു വാഹനത്തെ ഭാവി
ഭാവിയിൽ ഇലക്ട്രിക് ആക്കി മാറ്റും എന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത് മാത്രമല്ല ഐവറി ഷെയ്ഡ്സും ഡ്യുവൽ ടോൺ ആയിട്ടുള്ള ഡാഷ്ബോർഡാണ് വന്നിട്ടുള്ളത്. അതിൻ്റെ AC വെൻറ്റിൻ്റെ പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ സ്റ്റിയറിംഗ് വീലിലേക്ക് നോക്കുമ്പോഴത്തേക്കും എന്ന് പറയുന്ന ബാഡ്ജിങ് ഒക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ബട്ടൺ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്തു എന്നുള്ളതാണ്. സിറോസിൽ നിന്നും ഇൻസ്പയർ ചെയ്തിട്ടുള്ള ചില ഡിസൈൻ എലമെൻറ്റ്സ് ഒക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷേ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു രീതിക്ക് ഇത് സിറോസിനെ കോപ്പി ചെയ്തതാണെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ഇൻസ്പിറേഷൻ തീർച്ചയായിട്ടും അവിടെ കാണുന്നുണ്ട്. ബട്ടൺ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. സ്റ്റിയറിംഗ് വീൽ ഒരു പുതുമയുള്ള സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഡോർ പാനലൊക്കെ ആണെന്നുണ്ടെങ്കിലും അത് ഡ്യുവൽ ടോൺ ആക്കി മാറ്റിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട കാര്യം കേർവ്ഡ് ആയിട്ടുള്ള 10.25 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വന്നിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം UAE കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിനകത്ത് UAE, പിന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ ആണെന്നുണ്ടെങ്കിലും ഫുള്ളി ഡിജിറ്റലാക്കി മാറ്റിയിട്ടുണ്ട്. ഇതെല്ലാം N-line ആണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് എന്ന് വീണ്ടും എടുത്തു പറയുകയാണ്. ബോൾ സ്ട്രിങ്സ് അപ്പോൾസറി പാറ്റേൺ ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ലെതറൈഡ് ആയിട്ടുള്ള സീറ്റുകൾ കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് ഈ ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ് 2520 മില്ലിമീറ്ററായി ഉയർത്തി എന്നുള്ളതാണ്. മുൻപുണ്ടായിരുന്ന മോഡലിന്, അതായത് ഇപ്പോൾ കറൻ്റ്ലി ഉള്ള മോഡലിന് 2500 മില്ലിമീറ്ററാണ് വീൽ ബേസ് എന്ന് പറയുന്നത്. അത് 2520 ആക്കി മാറ്റി എന്നുള്ളത് എടുത്തു പറഞ്ഞൊരു കാര്യം തന്നെയാണ്. മാത്രമല്ല ഫ്രണ്ട് സീറ്റ് എൻ്റെ ബാക്ക് സൈഡ് സ്കൂപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാക്ക് സീറ്റ് കംഫർട്ട് എപ്പോഴും വെന്യൂവിൻ്റെ കാര്യത്തിൽ എല്ലാവരും എടുത്തു പറഞ്ഞൊരു കാര്യമാണ്. ബാക്ക് സീറ്റ് കംഫർട്ട് അത്രയില്ല, അല്ലെങ്കിൽ ലെഗ് സ്പേസ് കുറവാണ്. പക്ഷേ അതങ്ങ് മാറ്റി എന്നുള്ളതാണ്. നല്ല ബാക്ക് സീറ്റ് കംഫർട്ട് കൊടുത്തിട്ടുണ്ട്. സിംഗിൾ പെയിൻ സൺറൂഫ് ഈ ഒരു വാഹനത്തിലേക്ക് വന്നു. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പ്രധാനമായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ വിഡ്ത്ത് പഴയ വാഹനത്തിൽ നിന്നും കൂടിയിട്ടുണ്ട്. 1800 മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. അത് മാത്രമല്ല ഹൈറ്റ് 1665 മില്ലിമീറ്ററായിട്ട് ഉയർന്നു എന്നുള്ളതാണ്. വീൽ ബേസ് ഞാൻ ഓൾറെഡി പറഞ്ഞു 2520 മില്ലിമീറ്ററാണ്. ഒരു കാര്യം എടുത്തു പറയട്ടെ, ഇപ്പോഴും ഈ ഒരു വാഹനം സബ് 4 മീറ്റർ കാറ്റഗറിയിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത്തിൽ യാതൊരുവിധ വ്യത്യാസവുമില്ല. 3995 മില്ലിമീറ്ററാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനം തീർച്ചയായിട്ടും GST ബെനിഫിറ്റ് അർഹിക്കുന്ന വാഹനമാണ്, അതിന് ലഭിക്കുകയും ചെയ്യും. ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൽ 1.2 നാച്ചുറലി ആസ്പിറേറ്റഡ് 4 സിലിണ്ടർ കാപ്പ എഞ്ചിൻ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. പെട്രോളാണ്, നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അത് മാത്രമല്ല 1 ലിറ്റർ 3 സിലിണ്ടർ ടർബോ, അത് N-line ആണ്, നമുക്കറിയാം. N-lineൽ വരുന്ന 118 bhp 6000 RPM ജനറേറ്റ് ചെയ്യുന്ന 172 Nm ടോർക്ക് 1500 to 4000 RPM ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു എഞ്ചിൻ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അതുമാത്രമല്ല എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള 1.5 ഡീസൽ എഞ്ചിൻ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലുണ്ട്. 115 bhp 250 Nm ടോർക്ക് നൽകുന്ന ആ ഒരു എഞ്ചിൻ്റെ കൂടെ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഫോർ ദ ഫസ്റ്റ് ടൈം വെന്യൂവിന് ഡീസലിൽ ഓട്ടോമാറ്റിക്കും കൂടെ ലഭിക്കുകയാണ്. നമുക്കറിയാം 1 ലിറ്റർ N-line അല്ലെങ്കിൽ 1 ലിറ്റർ 3 സിലിണ്ടർ ടർബോ എഞ്ചിൻ അത് N-lineൽ വരുന്നുണ്ട്. അതിൽ 7 സ്പീഡ് DCT തീർച്ചയായിട്ടും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും വെന്യൂ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഡീസൽ വേരിയൻറ്റിന് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ലഭിച്ചു എന്നുള്ളത് ഒരു നല്ലൊരു പ്ലസ് പോയിൻ്റ് ആയിട്ട് നമുക്ക് എടുത്ത് കാണിക്കാം. മാത്രമല്ല ഇപ്പോൾ കാണിച്ചിട്ടുള്ള N-line എന്ന് പറയുന്ന വേരിയൻറ്റിൻ്റെ സീറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും 4 രീതിക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന, ഇലക്ട്രോണിക് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റുകളാണ്. പക്ഷേ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഇപ്പോഴും മാനുവലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. എടുത്തു വേണ്ട ഒരു കാര്യം, SX ഓപ്ഷണൽ ഇങ്ങനെയുള്ള വേരിയൻ്റ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. മാത്രമല്ല പുതിയ 2 കളർ ഓപ്ഷൻസും കൂടെ വന്നിട്ടുണ്ട്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് എടുത്തു വേണ്ട ഒരു കാര്യം, ഇൻറ്റീരിയറിൽ ആംബിയൻ ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് വൈറ്റ് ആംബിയൻ ലൈറ്റിംഗ് ആണ് വന്നിട്ടുള്ളത്. പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഡീസലിൽ നമുക്ക് 4 വേരിയൻസ് അവൈലബിൾ ആണ്. HX2, HX5, HX7 ആൻഡ് HX10 എന്നിങ്ങനെ 4 വേരിയൻ്റാണ് ഡീസലിൽ അവൈലബിൾ ആയിട്ടുള്ളത്. എന്നാൽ പെട്രോളിലേക്ക് വരുമ്പോഴത്തേക്കും വേരിയൻറ്റിൻ്റെ എണ്ണം കൂടി എന്നുള്ളതാണ് എടുത്തു പറയുന്ന ഒരു കാര്യം. പെട്രോളിൽ നമുക്ക് ടോട്ടൽ 8 വേരിയൻ്റാണ് ലഭിക്കുന്നത്. HX2, HX4, HX5, HX6, HX6T എന്ന് പറയുന്നൊരു വേരിയൻറ്റ്. അത് മാത്രമല്ല HX7, HX8 ആൻഡ് HX10 എന്ന് പറയുന്ന ടോട്ടൽ 8 വേരിയൻ്റാണ് ഇവിടെ വരുന്നത്. അത് മാത്രമല്ല പുതിയ 2 ഡ്യുവൽ ടോൺ കളർ ഷെയ്ഡ്സും നമുക്ക് അവൈലബിൾ ആണ്. വൈറ്റ് വിത്ത് ബ്ലാക്ക്, അത് മാത്രമല്ല ബ്ലൂ വിത്ത് ബ്ലാക്ക്. അതിന് ഇവർ സ്പെസിഫിക്കലി ഒരു നെയിം കൊടുത്തിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കൊടുക്കും. പുതിയ കളർ എന്ന് പറയുന്നത് ഹേസൽ ബ്ലൂ എന്നുള്ളതാണ്. അതൊരു പുതിയ കളറായിട്ടാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഓൾറെഡി ഹ്യുണ്ടായുടെ വണ്ടികളിലൊക്കെ കണ്ടിട്ടുള്ള വൈറ്റ് കളർ നമുക്ക് അറ്റ്ലസ് വൈറ്റ് എന്ന് പറയുന്ന സ്പെസിഫിക് ആയിട്ടുള്ള പേര് ഉപയോഗിക്കാം. പിന്നെ ഇവരുടെ ബ്ലാക്ക് എബേസ് ബ്ലാക്ക് എന്നുള്ള രീതിക്കാണ് പറയുന്നത്. അപ്പോൾ ഈ മോണോട്ടോൺ കളേഴ്സ് എന്ന് പറയുന്നത് അറ്റ്ലസ് വൈറ്റ് ഉണ്ട്, ടൈറ്റൻ ഗ്രേ ഉണ്ട്, ഡ്രാഗൺ റെഡ് ഉണ്ട്, അബേസ് ബ്ലാക്ക് ഉണ്ട്. അപ്പോൾ സിംഗിൾ ടോൺ കളേഴ്സാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അത് മാത്രമല്ല ഡ്യുവൽ ടോൺ കളേഴ്സും അവൈലബിൾ ആണ്. അതിനകത്ത് മിസ്റ്റിക് സെഫയർ എന്ന് പറയുന്നൊരു പുതിയ കളറും കൂടെ
ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഹേസൽ ബ്ലൂ കൂടാതെ മിസ്റ്റിക് സെഫയർ എന്ന് പറയുന്ന ഒരു പുതിയ കളറും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഡ്യുവൽ ടോൺ വരുന്നത് ഈ 2 കളേഴ്സിനാണ്. അതായത് ഹേസൽ ബ്ലൂ വിത്ത് എബേസ് ബ്ലാക്ക്, അതുമാത്രമല്ല അറ്റ്ലസ് വൈറ്റ് വിത്ത് എബേസ് ബ്ലാക്ക്. ഈ 2 രീതിക്കാണ് ഡ്യുവൽ ടോൺ വരുന്നത്. മാത്രമല്ല ഈ ഒരു വാഹനത്തിന് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ്. നമുക്ക് എടുത്തു പറയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അത് വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ല, കാരണം ഹ്യുണ്ടായുടെ എല്ലാ വാഹനങ്ങൾക്കും 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ്. പിന്നെ ബാക്കിയുള്ള ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എടുത്തു കൊണ്ട ഒരു ഫീച്ചർ അപ്ഡേഷൻ എന്ന് പറയുന്നത് ADAS 2 വരുന്നുണ്ട്. ADAS ലെവൽ 2 ആണ് വരുന്നത്. അത് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. എൻ്റെ ക്യാമറ പ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ റിവീൽ ചെയ്തിട്ടുള്ള മോഡൽ എന്ന് പറയുന്നത് N-Line എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. തീർച്ചയായിട്ടും മുഖം മിനിക്കല വരുന്നത് കാര്യമായിട്ടുള്ള വ്യത്യാസം ഈ ഒരു വാഹനത്തിന് വന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും എനിക്ക് പേഴ്സണലി തോന്നുന്നത് പാലിസൈഡിൻ്റെ ഒരു ഡിസൈനുമായിട്ട് ഒരു ദൃശ്യം ഈ ഒരു വാഹനത്തിന് കാണുന്നുണ്ട്. എന്തായാലും പ്രഥമ ദൃഷ്ടിയിൽ എനിക്ക് ഈ ഒരു വാഹനം കണ്ടപ്പോൾ തോന്നിയത് ഇലക്ട്രിക് വരുന്നതിന് മുമ്പുള്ള ഒരു അപ്ഡേഷൻ എന്നുള്ള രീതിക്കാണ്. തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിങ് നമുക്കിപ്പോൾ അറിയില്ല. 25,000 രൂപ കൊടുത്ത് നിങ്ങൾക്ക് ഈ ഒരു വാഹനം ഇപ്പോൾ ബുക്ക് ചെയ്യാം. നമുക്കൊരിക്കലും ഗസ് ചെയ്യാൻ കഴിയില്ല 10 ലക്ഷം രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ വില, അല്ലെങ്കിൽ 10,95,000 രൂപയാണ്. അങ്ങനെ നമുക്കൊരിക്കലും ഗസ് ചെയ്യാൻ കഴിയില്ല. എന്തായാലും വാഹനം വരട്ടെ, ലോഞ്ച് ചെയ്യട്ടെ, എന്നിട്ട് വാഹനത്തിൻ്റെ ഡ്രൈവ് റിവ്യൂസ് ഒക്കെ കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിലേക്ക് പോകുക. എന്തായാലും റിയർ പാസഞ്ചേഴ്സിന് ഒരുപാട് കംഫർട്ട് ലെവൽ കൂട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. 2 രീതിക്ക് 2 സ്റ്റെപ്പിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന റിക്ലൈൻ ആംഗിളുള്ള റിയർ സീറ്റ് കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.